സംസ്ഥയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം 58 വർഷം പിന്നിടുകയാണ്. 58 വർഷം പിന്നിടുമ്പോഴേ സ്വാഭാവികമായിട്ടും അതിന് ബീജാപാപം നൽകിയ തുടക്കം കുറിച്ച മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ മുതൽ അതിന്റെ ഇടയിൽ നമ്മോട് വിട പറഞ്ഞവരും ഇന്ന് നമ്മുടെ കൂടെയുള്ളവരും, അതുപോലെ തന്നെ അവർക്കുള്ള മെമ്മറി ടെസ്റ്റുകള്, ക്വിസ് കോമ്പറ്റീഷനുകള്, രക്ഷിതാക്കൾ പോലും പങ്കെടുത്ത ക്വിസ് കോമ്പറ്റീഷനുകൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. രക്ഷിതാക്കൾ പോലും പങ്കെടുത്ത ക്വിസ് കോമ്പറ്റീഷനുകൾ നമ്മുടെ മദ്രസയിൽ നടക്കുന്നു. അതുകൊണ്ട് സമീപകാരികൾ മരണപ്പെട്ടു പോയാൽ ആ വീട്ടിലേക്ക് അപ്പോ ചെയറും പന്തലും അവർക്കുള്ള എല്ലാ സംവിധാനങ്ങളായിട്ട് ചാരിറ്റിയുടെ പ്രവർത്തകർ എത്തുകയാണ്, അല്ലെങ്കിൽ ചാരിറ്റിയുടെ സിസ്റ്റം അങ്ങോട്ട് എത്തുകയാണ്. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും പ്രിയപ്പെട്ട അതിന്റെ ഭാരവാഹികളായ ആളുകൾ, സുബൈലും ബഷീർ KP ഉൾപ്പെടെയുള്ള ആളുകൾ, ഗൾഫിലുള്ള അതിന്റെ ഭാരവാഹികൾ ആഷിഖും നിസാറും ബഷീർ കോഴിക്കലൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ സിസ്റ്റം ഒരുക്കുകയാണ്. അതിന് എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ അണിനിരക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി വാദിക്കുന്ന ഉസ്താദുമാരാണ് നമുക്കുള്ളത് എന്ന് ഒരിക്കൽ കൂടെ ആണിയിട്ട് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ബാലാജിയോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബാലാജി അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുന്നു. പഠനവും അതോടൊപ്പം തന്നെ അതിന്റെ ശില്പശാലകൾ കഅബ ഉണ്ടാക്കിയിട്ട് മനസ്സിലാക്കണം. ശരിക്കും നമ്മള് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴേ കഅബാലയം നമ്മൾ വീഡിയോയിൽ കാണിച്ചു കൊടുക്കില്ല. കുട്ടികള് അവരുടെ പേപ്പറിൽ, ചാർട്ട് പേപ്പറിൽ കഅബ നിർമ്മാണത്തിന്റെ ആ പാഠം കുട്ടികളെ പഠിപ്പിക്കാൻ ഉസ്താദുമാർക്ക് സാധ്യമാകും. ഇതൊക്കെ കുട്ടികളുടെ മനോമുഖത്തിൽ, ബുദ്ധിയില് അതൊക്കെ അവർ ആലേഖനം ചെയ്യപ്പെടുമ്പോൾ ഒരു കാരണവശാലും മറക്കാൻ. اللهم رب يسر ولا تعسر ربنا زدنا علما وحلما وفهما وعقلا وادبا وحفظا وايمانا كاملا رب تمم بالخير والسعادة يا رب. നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ ബഷീറുദ്ദീൻ കമ്മിറ്റി ഭാരവാഹികളെ, അതേപോലെ തന്നെ മദ്രസിന്റെ ഉസ്താദന്മാരെ, ഉമ്മ പങ്ങന്മാരെ, लेकिन एक बात याद रखना, तुम लोग इधर काम करते तो तुम लोग को एक दिन कम से कम 900,000 रुपए मिल रहे हैं. तुम लोग के बच्चे लोग का आराम से तुम लोग को इधर पढ़ाई कर सकते हैं. मदरसा का फीस बहुत कम है, 150 रुपये है. तुम लोग को दे सकते. अगर ये देने को नहीं है तुम लोग बच्चे लोग को दे दो, हम लोग उसका हैल करके उसका इंशाअल्लाह फीस हम ले लेगा. लेकिन പഠനത്തിന് വേണ്ടി അയക്കണം എന്നാണ് ഞാൻ എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറഞ്ഞത്. എന്തായാലും അവർക്ക് ഇനി പൈസയുടെ ഫീസിന്റെ ഞാൻ അടിച്ചിട്ടുണ്ട് കുട്ടിനെ. ഈ കോലത്തിൽ പോയാൽ ശരിയാവില്ല. ഞാൻ ഈ വടിയിട്ട് അടിച്ചത്. ആ അമ്മ വാങ്ങിയിട്ട് ആ കുട്ടിനെ നന്നായിട്ട് അടിച്ചു. അതിനാണ് ചെയ്യേണ്ടത് അത് തന്നെയാണ്. ആ അമ്മ ഞാൻ ഒരു കേക്ക് കൊണ്ടുപോയിട്ട് വിചാരിച്ചതാ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലകളുടെ തോപ്പിലെ മന്ദഹാസങ്ങൾ, മാലകളുടെ മഹാവെളിച്ചമേ, മർദ്ദത്തിന്റെ മോചനം, അങ്ങേക്ക് സലാം, 1000 സലാം. അന്ത്യപ്രവാചകൻ മുത്തുറാം ജന്മദിനത്തോടനുബന്ധിച്ച് അരീക്കൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എടരിക്കോട് മഹല്ലുകാരി ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളെ മദ്രസ കമ്മിറ്റിക്ക് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. അതുപോലെ പന്തക്കൻ ഉസ്മാൻ സാഹിബ്, ബഹുമാനപ്പെട്ട റാഫി, ഈ സ്ഥാപനത്തെ എന്നും ചേർത്ത് പിടിക്കുന്ന, എപ്പോഴും ഈ സ്ഥാപനത്തിന് ഊർജം പകരുന്ന ബഹുമാനപ്പെട്ട നാട്ടുകാരെ,
പൂർവ്വ വിദ്യാർത്ഥികളെ, അരീക്കൽ ചാരിറ്റി പ്രവർത്തകരെ, വിദ്യാർത്ഥി ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇന്നത്തെ ഈ വർഷത്തെ നബിദിനത്തിന്റെ പ്രത്യേകത തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ 1500-ാം ആണ്ടാണ്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ മദ്രസയിലെ പരിപാടി കാണുമ്പോൾ. നമ്മുടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യം മറ്റേതൊരു മദ്രസയിൽ ഉള്ളതിനേക്കാളും വളരെ ഉഷാറായിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിവിടെ നിന്നല്ല എവിടെയും നാട്ടുകാരായ പൂർവ്വ വിദ്യാർത്ഥികളായ കമ്മിറ്റിക്കാരായ ഇവിടുത്തെ ആളുകളുടെ ആ ഒരു പിന്തുണയും കൂടെ ഉണ്ടെങ്കിലേ ഏതൊരു സ്ഥാപനവും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഫുള്ളായിട്ട് ആളുകൾ കാണുന്ന ഒരു പള്ളി അൽഹംദുലില്ലാഹ്. നമ്മളെ ചെറിയ പള്ളിയാണെങ്കിലും അരീക്കൽ പള്ളി എപ്പോഴും ആളുണ്ടാവും. വളരെ റാഹത്ത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ ദീനി സ്പിരിറ്റാണ് ഇതിന് കാരണം. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് വല്ല കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടാൽ നമ്മളൊക്കെ ഈയിടെയൊക്കെ നമ്മൾ പത്രങ്ങൾ കാണുന്നത് അത് സിസ്റ്റത്തിന്റെ തകരാറാണ്. എന്തെങ്കിലും വിജയിച്ചാൽ സിസ്റ്റത്തിന്റെ വിജയമാണ്. പലർക്കും എന്താ ഈ സിസ്റ്റം അറിയില്ല. ഇതന്നെ ഈ സിസ്റ്റമാറ്റിക്. ഇപ്പൊ നമ്മുടെ ഈ മദ്രസന്റെ സിസ്റ്റം, നമ്മുടെ ഈ ദീനി സിസ്റ്റം വളരെ ഉഷാറായിട്ട് നമ്മുടെ ഇവിടെ നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ വിജയം തന്നെയാണ്. എല്ലാവർക്കും കഴിയില്ല. എന്നാലും പല തുള്ളി പെരുവെള്ളം എന്നതുപോലെ അവരുടെ ചികിത്സക്കും പാവങ്ങളുടെ ചികിത്സക്കും അതുപോലെ വേറെന്തെങ്കിലും സൗകര്യങ്ങൾ, അതുപോലെ മരണവീട്ടില് വേണ്ട ഉപകരണങ്ങൾ എന്ന് വേണ്ട എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ചാരിറ്റിയുടെ പരിധി കീഴിൽ നിന്നുകൊണ്ട്. പ്രവാസികളാണ്, അതിലധികം പ്രവാസികളാണ്. അവരെ പരിധിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ചാരിറ്റി പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. നല്ലവരായ നാട്ടിലുള്ള കുറെ സുഹൃത്തുക്കൾ അതിന് അവർക്ക് പിൻബലം നൽകിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ലാഹു തആല അവർക്ക് ഇതിനുള്ള തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ ഇവിടുത്തെ നാട്ടുകാര് അവർ സ്വന്തമായും പല ആളുകളും സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ദീനി രംഗം ശോഭിതമായ നിലക്ക് എന്നും ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇവിടുത്തെ എല്ലാ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ മക്കൾക്കും ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എടരിക്കോട് മഹല്ല് കമ്മിറ്റിയുടെ സമസ്ത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ വേദിക്കരികിലെത്താൻ അവർ വേദിയിലേക്കെത്താൻ ഇതുവരെ സാധനം ക്ഷണിച്ചുകൊള്ളും. സദസ്സ് 7, 10, +2 ക്ലാസ്സുകളിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നേടിയ കുട്ടികളെയാണ് വിളിക്കുന്നത് വേദിക്കരികിൽ. രണ്ടാം സ്ഥാനം നേടിയത് നിഹ മെഹൽ കെ, ഡോട്ടർ ഓഫ് ഫാത്തിമ നിദ ടി, ഡോട്ടർ ഓഫ് അഷ്റഫ്, സെക്കൻഡ് ഗഫൂർ. 10ാം ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ്, തേർഡ് നേടിയത് വിദാഷേഖ പി കെ, ഡോട്ടർ ഓഫ് അബ്ദുൽ നാസർ ചെറിയ, സെക്കൻഡ് നേടിയത് ഫാത്തിമ സൺ ഓഫ് ഷാക്കിർ. ഇത്രയും വിദ്യാർത്ഥികൾ വേദിക്കരികിലേക്ക് വരും. ഈ വേദിയിൽ വെച്ച് കമ്മിറ്റിയുടെ സീനിയർ അംഗം മദ്രസയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ ഇല്ലിക്കൽ കുഞ്ഞുമൈദീൻ ഹാജി ഉപഹാരം സമർപ്പിക്കുന്നു. നമ്മുടെ മദ്രസയ്ക്ക് അഭിമാനമായ 2 കുട്ടികളെ ടോപ്പേഴ്സിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട താഹിർ ഉസ്താദിന് ഉപഹാരം കമ്മിറ്റിയുടെ
സെക്കൻഡ് നിഹ മെഹറിൻ കെ. ഇനി 7ാം ക്ലാസ്സിൽ സെക്കൻഡ് നിയമ ഫാത്തിമ 7 സെക്കൻഡ്. 7 സെക്കൻഡ് നിയമ ഫാത്തിമ. 7 തേർഡ് ഷാദിയ ഷെറിൻ. ഇനി 10. ഇപ്പൊ സമ്മാനം വാങ്ങിയ കുട്ടികള് ആരും തന്നെ പോകരുത്, വേദി കരികിൽ നിൽക്കാം. സെൽവ ഫസ്റ്റ് പറയും. തേർഡ് മിത ഷെയ്ഖ +2. മിത ഷെയ്ഖ +2. സെക്കൻഡ് ഫാത്തിമ സന സീറ്റ്. തേർഡ് ആഫീസുൽ അക്കൽ ബഹാർ. മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വേദിക്കരികിലേക്ക് വരാം. നേരത്തെ പാടാത്ത ഇനി പാടാനുള്ള 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വേദിക്കരികിലേക്ക് വരാം. സമ്മാനം ചാരിറ്റിയുടെ ഭാരവാഹികൾ വേദിയിലേക്ക് എത്തുക. ചാരിറ്റിയുടെ മുഴുവൻ ഭാരവാഹികളും വേദി സമ്മാനം കൊണ്ടുപോകാം. കുട്ടികൾ കൊണ്ടുപോയാലേ 1-2 കുട്ടികളൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾ കൊണ്ടുപോകില്ലേ? എല്ലാരും പരിശ്രമിക്കൂലേ? ഇല്ല, ഇതിൽ ശ്രദ്ധിക്കണം കേട്ടാ. എല്ലാവരും നല്ലോണം പഠിക്കണം. ഇൻഷാ അല്ലാഹ് വരും വർഷത്തിൽ നമുക്ക് നിറയെ സമ്മാനമാണോ? എല്ലാവരും റെഡിയല്ലേ? റെഡിയാണോ? ഒന്ന് ഒറ്റ പറയും വെക്കട്ടെ. റെഡിയാണോ? ഓക്കെ, താങ്ക് യു. തേക്കുമുക്കിനെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ഉസ്താദുമാരെയും ക്ഷണിച്ചുകൊള്ളുന്നു. തവക്കീർ മാഫി, മുഹമ്മദ് മുസ്ലിയാർ സമ്മാനങ്ങൾ നൽകിയ teachers and my dear friends, Assalamualaikum warahmatullahi wabarakatuh. Today I stand before you to speak about a topic that is very close to your heart: Hubb Rasul, the love shown for Prophet Muhammad peace be upon him. This love is just not an emotion; it's a guiding force in the life of every Muslim, shaping our action, our thoughts, and our very own purpose in life. The love for the Prophet Muhammad peace be upon him is a fundamental part of our faith, as Allah says in the Quran, "If you love Allah, follow me, and forgive you and your sin." This is said in Surah Al-Imran 3:13. This verse reminds us that our love for Allah is reflected in our love for the Prophet, and it is through this love that we seek Allah's mercy and forgiveness. But what is it truly mean to love the Prophet Muhammad peace be upon him? It means to follow his sunnah, to embody his teaching, and strive to be like him in every aspect of our life. The Prophet Muhammad peace be upon him was the best example of humility, mercy, justice, and compassion. To love him is to include these qualities in our own life. One of the ways we can express our love for him is by learning about his life and about his teaching. The more we know about him, the more we will be inspired to follow his example. We should study the seerah, the life of the Prophet, and reflect the lesson it offers us. By doing so, we will not only strengthen our love for him, but also grow closer to Allah. As I conclude, let
me thank Allah, the Almighty God, for giving me this golden opportunity. Alhamdulillah. Here I conclude. Assalamu alaikum warahmatullah. അരികിൽ വരാമോ ഹബീബേ മൗതൻ നിലയുന്ന നേരം സ്നേഹം പകർന്ന് സഹനം നിറഞ്ഞ് സകലരിലും അവർ നീണ്ട സന്മാർഗത്തിൻ ശില്പാലാവിൽ സർവം ത്യജിച്ച ജീത ചരിത്രത്തിലുണ്ട് കഥയിലും ചരിത്രത്തിലുണ്ട് കഥയിലും അമ്പിളിച്ചേവല അമ്പർ മാടമുള്ള ഇമ്പത്തരുളിയാൽ പൂക്കൊത്ത് ഹാജര ദൂതരിബ്രാഹിം ആദരപ്പൂവിന്റെ അഴകേറും തങ്കപ്പൂ ഹാജര. അസ്സലാമു അലൈക്കും. അഖിലനിലൊളികൾ അളവുറ്റൊരജബുകൾ അതിശയം നിറവായി അഹലവനങ്ങളാൽ അരിമുപ്പു നബിയോ ആലമിലണവായി അന്ന് അഖിലനിലൊളികൾ അളവുറ്റൊരജബുകൾ അതിശയം നിറവായി പൂമരം തിരുനബിനേരിൻ സ്വരം ഏകിയാദയും ഗുണം മരുജിതറൂയും വരം വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിയായി മുന്തിയൊരിസ്മിൻ താളമായി സന്നിധി പൂക്കാൻ മോഹമായി കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂജന്റെ കാതുകൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധുര പാട്ട് കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂജന്റെ കാതുകൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധുര പാട്ട് മന്ദമാരുടനൊഴുകിയ തീരം മന്ദമാരുടനൊഴുകിയ തീരം പുണ്യ തൊയ്ബ പൊൻതാരം പുണ്യ തൊയ്ബ പൊൻതാരം and his great message to the world. Prophet Muhammad sallallahu alaihi wasallam was the last messenger of Allah. He was born in Makkah in the year of 570. His father Abdullah died before his birth, and his mother also died when he was only 6 years old. Yes, he was an orphan. He belonged to a poor but respected family of the Qurayshi tribe. During that period, Arabians were fighting each other for land, lady, and liquor. Within 23 years, he put an ammunition among the Arabians and became purified ourselves. It was a real revolution in birth. Prophet Muhammad, his words and deeds greatly human thought and history. He was a extraordinary husband, a perfect father, and unique grandfather. In simple, he was a multi-talented personality that no one can duplicate. He is my source of inspiration for my connection with Allah. Yes. അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ നാം
മധുരത്ര പാടിനാനിന്നത് ജോറിലാണ് എന്നും നേതാവിന്റെ ചാരെ വന്നില്ല നാളെ ഉണ്ടാകും ബേജാറിലാണ് കൽവിൽ ഒളി വീശും നബിയല്ലേ എന്നും കനവിൽ തിരിതൂകും നബിയല്ലേ നേരിന്റെ പാറ വലത്ത നേതാവിൻ മധുരല്ലേ എന്നും കൽവിൽ ഒളി വീശും നബിയല്ലേ എന്നും കനവിൽ തിരിതൂകും നബിയല്ലേ അലൈക്കും سبيل الهدى طه منير الورى عليه الصلاة صلى على دائما أداء في ظلام السرى أنار الأنام يا السلام رسول الملائكة فصيل الوسام وصفه الله بصفات الأولى سبيل الهدى طه منير الورى عليه الصلاة صلى الله دائما شكر علينا مدى لله أيها المبعوث فينا جدة هذا المبين أيها المبعوث فيها مرحبا يا خير دار. ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുണ്യങ്ങളുടെ പൂനിലമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്തെ മുത്തുനബിയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ള കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിച്ചത്. എങ്കിലേ ആകാശത്തിന്റെ അധിപന്യങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിച്ചത്. മനുഷ്യരോടൊന്നല്ല, മത്സ്യങ്ങളോടും സകല ജന്തുജാലങ്ങൾ പ്രകൃതിയെ അനാവശ്യമായും പ്രകൃതിയെ നശിപ്പിക്കരുത്. മരങ്ങൾ മുറിച്ചു മാറ്റരുത്. ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത്. കടിയുമ്പാണിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്. മാതാവിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ചേ എന്ന് പോലും പറയരുത്. ഇങ്ങനെ 1000 ഉപദേശങ്ങൾ മാനം സമൂഹത്തെ വേണ്ടി മുത്തുനബി സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടെ സ്നേഹിച്ചു. ഹിജ്റയുടെ 5-ാം വർഷം മക്കയിൽ ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മുത്തുനബിയെ വധിക്കാനും നാട് കടത്താനും നോക്കിയവർ ആകെ പട്ടിണിയിലായ സന്ദർഭം. അതിൽ നിന്ന് വരെ വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലോട്ട് സഹാബിയെ പറഞ്ഞയച്ചു. സഹാബി മക്കയിലെത്തുകയും ഈ ഭക്ഷ്യധാന്യം മക്കയിൽ പട്ടിണി കിടക്കുന്നവർക്ക് Messenger of Allah. He was born in Makkah in the year of 570. His father Abdullah died before his birth, and his mother also died when he was only 6 years old. Yes, he was an orphan. He belonged to a poor but respectable family of the Quraysh tribe. During that period, Arabians were fighting each other for lunch, ready, and liquor. Within 23 years, he put the revolution among the Arabians and became the purified persons. It was a real revolution in words. His words and deeds greatly affected human thought and the history. He is an extraordinary husband, a perfect father, and unique grandfather. Dear teachers and my dear friends, today I am going to tell you a small story about the Prophet Muhammad sallallahu alaihi wasallam. Alhamdulillah, Prophet Muhammad, peace be upon him, was born in Makkah. He was the last messenger of Allah. His father's name was Abdullah. His mother's name was Amina. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് ഇക്ബാൽ
നേരത്തെ ഇംഗ്ലീഷ് പ്രസംഗം ഈ വേദിയിൽ വെച്ച് നൽകുന്നു. ആലാപനം നടക്കുന്നു. ക്ഷണിച്ചുകൊള്ളുന്നു. എന്താ ഉഷാറല്ലേ? ഹാപ്പി അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. آمين تذكر جيران سلامي ما زجتادا عن جراء من مثلة بدمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. عن خربتي بالقاء كلمتي وأومل البرق في والماء من بظلمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فمري عينين لتدفو فقامتا وما لي قلبي كين قلت استغفر يا إلهي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يسرق صوتي لولا الهوى لم تردهم أن على طولي وعلى آلك الذكر الباني والعالمين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أسفلت الفجدها كي أبرة مضانا مثل البهار على خديك والأنام. نعم صارت طيفا والله صارتني والحب يلتهب للذكر بالألم. مولاي صل وسلم دائما أبدا على حبيبك خير القلب كلهم. يا لهيني في الأبد أزيدي معزتا مني إليك ولو أنسفت لم أنوي. عادتك حالي على سني مستقيم عن الخشاة بلا رائب منحسب. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. إني ما أنت يسير الشيء في أزلي والشيء أبعد في جزء عن الفهم. فإن أملتي بالسوء ما تألهت من جريها في نفسي الشيء والألم. مرحب يا سيدي مرحب يا مرحبا يا سيدي مرحبا يا محمد
ولا أحد من المسلمين ضيف على قابله صير مبتسمين مولاي صل وسلم دائما من لي برد الزمان من عبايتها كما يرد الزمان بالخير بالمسلمين على كرم بالمعاصي الأسرة فلا ترم بالمعاصي كسر شوكتها إن أتاها ما يباع بالشربة النبي الله والله 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 الله والله 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 سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ஆனந்தம் புலகம் தீர்க்கும் கல்வில் பெய்தொரு தூமழையே ஆமோதம் வெற்றி படர்த்து குளிரணிச்சல் சௌபகமே ஆமோதம் வெற்றி படர்த்து குளிரணிச்சல் சௌபகமே ஆரம்பத்தோகர சூழ் அகதவனேறிய பொன்முதியே അത് പമ്മിത്തൂരെത്തുന്നുണ്ടേ
രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് വിധിയില്ല. സർവശക്തനെ ഞാൻ ആദ്യമായി തുതിക്കുന്നു. Today the topic of my speech is Holy Prophet Muhammad sallallahu alaihi wasallam. The life of Holy Prophet is a role model for every person of this world who believes in Allah and the day of judgment. This light of source and guidance leads us completely. The world has a lot of philosophers, preachers and scholars, but no one was great as the Prophet Muhammad sallallahu alaihi wasallam. Allah sent his messengers in every period of history to guide the humanity. The world has been waiting for the last prophet for centuries. Muhammad Prophet was born and died in the month of Rabiul Awwal. All the Prophet guided the humanity, but Muhammad brought a revolution in the lives of people. ബഹുമാനവും മാത്രമുള്ള ഉസ്താദുമാരെ, സ്നേഹനിലമേലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സുന്ദരമായ റബീഉൽ അവ്വലിന്റെ വേദിയിൽ രണ്ടു വാക്ക് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതിനെയും നിങ്ങൾ കേൾക്കുന്നതിനെയും ഒരു സോലിയായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. വേറെ പാട്ട് എനിക്കറിയില്ല. ീരം
صلى
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد وسلم عليه وسلم